എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു രാഗാലാപന സെഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു രാഗമാണ് ഹംസധ്വനി. കച്ചേരികളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു രാഗം കൂടിയാണ്. മിക്ക കച്ചേരികളിലും നമുക്ക് ഈ ഒരു രാഗം കേൾക്കാനായി സാധിക്കും. അതുപോലെ എല്ലാവരും ഈ രാഗത്തെ അറിഞ്ഞിട്ടുണ്ടാവുക വാതാപി ഗണപതിം ഭജേഹം എന്ന കൃതിയിലൂടെ. പ്രത്യേകിച്ച് സാധാരണക്കാരെല്ലാവരും കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു കൃതിയാണ് വാതാപി ഗണപതിം ഭജേഹം. അത് ഈ രാഗത്തിലാണ്, ഹംസധ്വനി രാഗം. ഈ രാഗത്തിന് ഉള്ള പ്രത്യേകത പൂർണ്ണമായിട്ടും ഒരു സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു സ്കെയിലാണ്. ആ രാഗത്തിലെ മറ്റൊരു ധ്വനിയും ഉണ്ടാവില്ല. എല്ലാം ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു രാഗമാണ് ഹംസധ്വനി. ഇപ്പോൾ തുടക്കത്തിൽ നമ്മുടെ കച്ചേരികളെല്ലാം തുടക്കത്തിൽ പാടാൻ പറ്റിയൊരു രാഗമാണ്. കാരണം ഗണപതി സ്തുതികൾ വാതാപി ഗണപതിയും അതുപോലെ തന്നെ മൂലാധാരമൂർത്തി ഇങ്ങനെയുള്ള കൃതികളൊക്കെ ഈ രാഗത്തിലാണ്. ഇത് ഒരു ഔഢവ രാഗമാണ്, അതായത് 5 സ്വരങ്ങളുള്ള സരി ഗ പ നീ ഇത്ര നോട്ടുകളേ ഉള്ളൂ. സരി ഗ പ നി സ സ നി പ ഗ രെ സ. ഇതാണ് ആരോഹണം അവരോഹണം. ഓരോ നോട്ടുകൾക്കും ആ ഒരു ഭാവം അത് തരുന്ന ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. ഒരു പോസിറ്റീവ് എനർജിയാണ് ആ രാഗത്തിന് ഉടനീളം കാണാൻ സാധിക്കുന്നത്. വേറൊരു നെഗറ്റിവിറ്റി ഒരിക്കലും ആ രാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. കംപ്ലീറ്റ്ലി പോസിറ്റീവ് ഒരു വൈബ് തരുന്ന രാഗമാണ് ഹംസധ്വനി. അപ്പോൾ അതിൻ്റെ സ്വരങ്ങൾ ആരോഹണ അവരോഹണ ക്രമത്തിൽ വരുന്നത് ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, കൂടിയേരി, രീ, അന്തരഗാന്ധരം, ഗ, പഞ്ചമ, പ, നീ, നീ, കാക്കളി നിഷാദം, കൂടി നിഷാദം, സ, സ, നി, പ, രേ, സ. ഒരു പെൻറ്റാറ്റോണിക് സ്കെയിലാണ്. സരി ഗ പ നി സ സ നി പ ഗ രേ സ. ഇനി അതിൻ്റെ ആലാപനം നോക്കാം. നമുക്ക് ആദ്യം ആരോഹണ അവരോഹണം വായിക്കാം. ഇതില് നോക്കുക, അരീക്കുള്ള ഗമ സരി നീ നീ എന്നുള്ളതിനൊരു പ്രയോഗം വരുന്നത് നീ എന്ന് പാടുന്നത് ശരിക്കും സായുടെ സഹായത്തോടു കൂടിയാണ് നീ പ്രയോഗിക്കുന്നത്. അപ്പോഴാണ് അതിന്റെ ഭംഗി. സനി സനി സ സാനി പ ഗ രേ സ. ആ സ ഗ രേ സ നമ്മൾ പ്ലെയിൻ ആയിട്ട് അങ്ങനെയല്ല വായിക്കുക. ഗ രേ സ. ഇവിടെ സെക്കൻഡ് സ്ട്രിംഗിൽ രി, തേർഡ് സ്ട്രിംഗിൽ സ. അപ്പോൾ ആലാപനയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് സ്റ്റാർട്ടിംഗ് ഫ്രേസ് നമ്മൾ പറഞ്ഞ പോലെ അക്ഷുപ്തികം എങ്ങനെ വായിക്കാം. അപ്പോൾ ആ രാഗത്തിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറിനെ, ആ രാഗത്തിൻ്റെ എസൻസിനെ അവിടെ കൊടുക്കാൻ സാധിക്കണം ആ ഒരു ഫസ്റ്റ് ഫ്രേസസിന്. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഗായിൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചിലർ മിക്കവാറും ചെയ്യാറുണ്ട്. അപ്പോൾ ഗരി ഗ ഗ ഗ രി ബ. ഗരി സരി ഗ പ ഗ രി നി രി ന നി ഗരി നി പ ഗ. ഫോർത്ത് സ്ട്രിംഗിൽ ഗ പ നി രി സ. അങ്ങനെ തുടങ്ങാം. അല്ലെങ്കിൽ പ പ
പപ്പാരി പപ്പാനി വരി സരിഗരി പഗരി സരിഗ പഗരി നിരീസ ഗരിനി പനിരിനി പാസ അങ്ങനെ തുടങ്ങാം. പല രീതിയിൽ തുടങ്ങാം. ഇങ്ങനെ തുടങ്ങാം. ഗരി സരി ആരണനോ ഇങ്ങനെ തുടങ്ങാം. ഇതിന് പ്രത്യേകിച്ച് ലിമിറ്റ്സ് ഒന്നുമില്ല. ഏത് രീതിയിലും നമ്മുടെ മനസ്സിൽ വരുന്ന ആ സംഗീതത്തെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ വയലിന് നമ്മുടെ ഉള്ളിൽ നിന്ന് ആദ്യം വരണം. ഉള്ളിൽ നമുക്ക് ആദ്യം ഒരു ഐഡിയാസ് നമ്മുടെ ഉള്ളിൽ വരണം. അതിന് ഏറ്റവും നല്ല മാർഗം കേൾവി തന്നെയാണ്. മാസ്റ്റേഴ്സ് പാടിയത് കേൾക്കുക എന്നുള്ളൊരു മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മനോധർമ്മമായിട്ട് വരുന്നത് കൊണ്ട് നമ്മൾക്ക് ആ ഒരു ഐഡിയ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണം കേൾവിയിലൂടെ, കേൾവിജ്ഞാനത്തിലൂടെ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈൽസ് പല പല പാട്ടുകാർ പാടുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാവും. പല ആളുകളിൽ നിന്നുള്ള ആ സംഗതികളെല്ലാം നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ശൈലി ഡെവലപ്പായി വരും. അതാണ് നമ്മൾ ഇതിലേക്ക് പ്രയോഗിക്കുന്നത്. അതുപോലെ കച്ചേരികൾക്ക് പക്കം വായിക്കാൻ പോകുന്നത്, അക്കമ്പനിമെൻ്റ് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അതിൽ നിന്ന് ലേണിംഗ് നടക്കും. അപ്പോൾ ആദ്യം നമ്മൾ കച്ചേരികൾക്ക് പോകുമ്പോൾ നമുക്കൊന്നും വായിക്കാൻ പറ്റില്ല. കൂടെ പാട്ടുകാർ പാടുന്ന അതുപോലെ ഒന്നും വായിക്കാൻ പറ്റുന്നിരിക്കില്ല. പക്ഷേ സ്ലോലി നമ്മൾ അത് കേട്ട് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു രാഗത്തിനെ കുറിച്ചും ഒക്കെ ഒരു ഐഡിയ, രാഗാലാപനം എങ്ങനെ വേണം എന്നൊക്കെ ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതും ഒരു മാർഗമാണ്. നല്ല പാട്ടുകാരുണ്ടല്ലോ, അവരുമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അവർ പാടുമ്പോൾ കൂടെ വായിക്കുക, പാടിത്തരുമ്പോൾ അത് തിരിച്ച് വായിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നമുക്ക്. അതുപോലെ ഗുരുനാഥന്മാരെ പഠിപ്പിക്കുമ്പോൾ അവർ രാഗാലാപനം നമുക്ക് വായിക്കും. അപ്പോൾ അത് കേട്ട് തിരിച്ച് വായിച്ചു കൊടുക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഐഡിയാസ് ഡെവലപ്പ് ആവും. എങ്ങനെയൊക്കെയാണ് വായിക്കുക, എങ്ങനെയാണ് രാഗം മുന്നോട്ട് വായിച്ചു പോകേണ്ടത് എന്നൊക്കെ ഒരു ഐഡിയ വരും. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ ഷഡ്ജത്തിൽ കൊണ്ട് നിർത്തി. ഇനി അടുത്തത് പഞ്ചമത്തിൽ നിന്ന് കുറച്ച് വായിക്കാൻ നോക്കാം. കംപ്ലീറ്റ്ലി ഗമകമാണ്. ഗബ ഗബ ഗരി 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 സരി സരി സനി പനി സരി ഗബ. പിന്നെ പ്രൊസീഡ് ചെയ്ത് പോവാം. ഗപ നീ നീ പ അത് നല്ലൊരു പ്രയോഗമാണ്. നമ്മൾ റിപ്പീറ്റഡ്ലി വരാവുന്നൊരു പ്രയോഗം. നീ പക ശബ്ദത്തിൽ നിന്ന് സനി പനിത ഗപനിരി നെക്സ്റ്റ് കുറച്ച് ഫാസ്റ്റ് ഫ്രേസസ് വായിക്കാം. സനി പനിത സനി ഭഗ പനിത സനി ഭഗ രേഖ പനിത സരി ഗ രേഖ പക പനി പനി
പിന്നെ ഗാന്ധാരത്തിലേക്ക് താരസ്ഥായി. ഗരി 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 ധനി വനി ധരി ഗരി 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 ഗൗരി പയസാനിയ പയസാനി പകരി ഗരി നീ പ നീ പ ഇങ്ങനെ. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് രാഗത്തിൻ്റെ. പല പല രീതികളിൽ ഇതിൽ വായിക്കാൻ സാധിക്കും. ഒരുപാട് കോമ്പിനേഷൻസ്, പെർമ്യൂട്ടേഷൻസ് എല്ലാം ഈ രാഗത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഓരോ നോട്ടിൽ നിന്നുകൊണ്ട് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം ഷഡ്ജത്തിൽ തുടങ്ങിയിട്ട് നമ്മൾ അക്ഷുപ്തികം വായിച്ചതിന് ശേഷം ഗാന്ധാരത്തിൽ നിന്ന് വായിക്കാം, പഞ്ചമത്തിൽ നിന്ന് വായിക്കാം, നിഷാദത്തിൽ നിന്ന് വായിക്കാം, ഷഡ്ജത്തിൽ നിന്ന് വായിക്കാം. അങ്ങനെ ഓരോ ലെവൽ ബൈ ലെവലായിട്ട് നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ആ രാഗം ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്വായത്തമായി വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി പറയുകയാണ്, കേൾവിജ്ഞാനമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് മാസ്റ്റേഴ്സ് പാടിയിട്ടുള്ള രാഗാലാപനാസ് കേൾക്കുക. അതുപോലെ ലാൽഗുഡി സാറ്, MSc സാറ്, TN കൃഷ്ണൻ, ഇങ്ങനെയുള്ള മഹാരഥന്മാരായിട്ടുള്ള വയലിനിസ്റ്റുകൾ വായിക്കുന്നത് കേൾക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക. അതിൽ നിന്നൊക്കെ സ്വന്തമായിട്ടൊരു ശൈലി രൂപപ്പെടുത്തിയെടുക്കുക. അല്ലാതെ ഇത് കാണാപ്പാടം പഠിച്ച് വായിക്കാൻ സാധിക്കില്ല. സ്വന്തമായിട്ട് ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളെ സെൽഫായിട്ട് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. മനോധർമ്മം എന്ന ആ ഒരു കാര്യം, മനോധർമ്മം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അത് പതുക്കെ പതുക്കെ നടക്കുള്ളൂ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക. അതുപോലെ കച്ചേരികൾ അനവധി കേൾക്കുക. കച്ചേരികൾ ഡയറക്റ്റായിട്ട് പോയി കേൾക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ ഓഡിയോ കേൾക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത് കച്ചേരി കേൾക്കുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ പ്രധാനമുള്ളത് തന്നെയാണ്. അതുപോലെ ഗുരുനാഥൻ വായിക്കുന്നത് തിരിച്ച് വായിക്കും. അങ്ങനെ അതുപോലെ പാട്ടുകാർ നന്നായി പാടുന്നവരുണ്ടെങ്കിൽ അവർ പാടുമ്പോൾ അതിൻ്റെ കൂടെ ഇരുന്ന് അത് അക്കമ്പനി ചെയ്യാൻ നോക്കുക. അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ എല്ലാവർക്കും നന്ദി. മറ്റൊരു രാഗവുമായിട്ട് അടുത്ത രാഗ സെഷനിൽ കാണാം.